മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇഡിക്ക് മുൻപിൽ ഹാജരാകില്ല. ഇഡിയുടെ 8ാം നോട്ടീസാണ് കെജ്രിവാൾ തള്ളുന്നത്. കഴിഞ്ഞ നോട്ടീസുകളിൽ കെജ്രിവാൾ ഹാജരാവാത്ത സാഹചര്യത്തിൽ ഇഡി കോടതിയെ സമീപിച്ചിരുന്നു. കേസ് കോടതി മാസം 16-ന് പരിഗണിക്കും. വിവരങ്ങളുമായി ജിഷ്ണുവുണ്ട്. ജിഷ്ണു, ഇഡിക്ക് മുമ്പിൽ എത്തിയാൽ അറസ്റ്റിലേക്ക് പോകുമെന്നൊരു ഭയം അരവിന്ദ് കെജ്രിവാളിന് പലപ്പോഴും ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ആം ആദ്മിയുടെ നേതാക്കന്മാരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ മുഖ്യമന്ത്രി നേതാവിനെ ജയിലിലിടാനാണ് ഇഡിയുടെ ശ്രമം എന്നൊക്കെ. സ്വാഭാവികമായ ഭയമാകാം കെജ്രിവാൾ ഹാജരാവാത്തതിന് പിന്നിലല്ലേ? ഏകദേശം 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുൻപിലെത്തി നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഈ മദ്യനയം രൂപീകരിക്കുന്നതിനുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരകൻ എന്നുള്ളൊരു നിഗമനം നിലവിൽ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരുന്നത്. ഇതിനോടകം 8 തവണയാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടും ഒപ്പം ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും, അതായത് ഇഡിയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം മുൻപോട്ട് വെച്ചുകൊണ്ടും അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. കേസിൽ നമുക്കറിയാം ആം ആദ്മി മന്ത്രിസഭയിലെ 2ാമനായിരുന്ന മനീഷ് സിസോദിയ ഉൾപ്പെടെ നിരവധി ആം ആദ്മി പ്രവർത്തകർ ഈ കേസിൽ ഉൾപ്പെടുകയും ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിച്ച് മദ്യവിതരണത്തിന്റെ പൂർണ്ണമായ ചുമതല സ്വകാര്യ കമ്പനികൾക്ക്, അതും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് പോലും മദ്യവിതരണത്തിന് അനുമതി നൽകിയ പുതിയ മദ്യനയ രൂപീകരണത്തിലൂടെ ആം ആദ്മി 100 കോടി രൂപ അഴിമതിയായി അനധികൃതമായി കൈപ്പറ്റി എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം. ഈ ഒരു കൈപ്പറ്റിയ തുകയിൽ ചെറിയൊരു ശതമാനം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി ചെലവഴിച്ചു എന്നുള്ളതും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഈ കേസ് മുൻപോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ ഒരുങ്ങുന്നത്. തീർച്ചയായും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഏജൻസികൾക്ക് മുൻപിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഒളിച്ചു കളിക്കുന്നത്. ഇഡിക്ക് പുറമെ CBIയും കേസിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരാകാതിരുന്ന സാഹചര്യത്തിൽ ഇഡി കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് ഈ മാസം 16-ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് നിർദ്ദേശമായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നൽകുക എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഉമേഷ്, വിഷ്ണു, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വസ്തരായ ആളുകളുടെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇഡിയൊക്കെ പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, ഈ ആം ആദ്മി അവകാശപ്പെടുന്ന പോലെ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാവാൻ അവരുടെ നേതാവിന് ഇത്ര മടി എന്ന ചോദ്യമൊക്കെ ഏറെ പ്രസക്തമാണ്. തീർച്ചയായും ഡൽഹിയെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് കൂടിയാണ്. BJP ഈ വിഷയത്തിൽ വലിയ ആരോപണങ്ങൾ ആം ആദ്മിക്ക് മുൻപിൽ വെച്ചിരുന്നു. ജനങ്ങൾക്ക് മുൻപിൽ ഈ അഴിമതി ഇല്ലാതെ അല്ലെങ്കിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ വലിയ അഴിമതി നടത്തിക്കൊണ്ട് അനധികൃതമായി പണം സമ്പാദിക്കുകയും ഈ അഴിമതി കഥകളുടെ സൂത്രധാരനും അരവിന്ദ് കെജ്രിവാളാണ് എന്ന വലിയ ആരോപണം രാഷ്ട്രീയപരമായി ഈ അന്വേഷണത്തിന് പുറമെ BJP മുൻപോട്ട് വെച്ചിരുന്നു. തീർച്ചയായും ചൂണ്ടിക്കാട്ടിയതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെയും ഏറ്റവും അടുത്ത വിശ്വസ്തരായ ആളുകൾ പലരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 100 കോടി രൂപ ആം ആദ്മി നേതാക്കൾ വാങ്ങി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്പനികളാണ് ഈ മദ്യവിതരണത്തിനുള്ള ചുമതല ഏറ്റെടുക്കുകയും അത്തരത്തിൽ ചുമതല നൽകിയതിനുള്ള പ്രത്യുപകാരമായി അനധികൃതമായി പണം ഡൽഹി സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടിക്കും അതിന്റെ പ്രമുഖരായ നേതാക്കൾക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ അന്വേഷണം ആം ആദ്മി നേതാക്കൾക്കെതിരെ നടക്കുന്നത്. മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകർ എന്നുമാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. ഉമേഷ്.